കരിമ്പയിൽ ലോറി മറിഞ്ഞ് 4 കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിൽ അധികൃതർക്കെതിരെ ജനരോഷം ഇരമ്പുകയാണ്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം ഈ പ്രദേശത്ത് അപകടം പതിവാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പ്രതിഷേധത്തെ തുടർന്ന് പ്രശ്നപരിഹാരത്തിന് നാളെ ജില്ലാ കളക്ടറുടെ ചേംബറിൽ പ്രത്യേക ഒരു യോഗം ചേരും. പ്രതിവിധി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ചേരുകയാണ് നിഖിൽ. യഥാർത്ഥത്തിൽ ഈ അപകടങ്ങൾ തുടർക്കഥയായ ഒരു സ്ഥലമാണ് ഈ റോഡിൻ്റെ മിനുസം, അതുപോലെ സ്ലിപ്പ് ചെയ്ത് പോകാവുന്ന സാധ്യതകൾ, വണ്ടി മറിയാനുള്ള സാധ്യതകൾ, ഇതൊക്കെ വളരെ കൂടുതലാണെന്നാണല്ലോ നാട്ടുകാർ പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ പ്രതിഷേധം? വളരെ സ്വാഭാവികം, നമുക്കത് മനസ്സിലാകും. പറയൂ. തീർച്ചയായിട്ടും സ്കേൻ, ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 2 മണിക്കൂറോളം സമയം ഇവിടെ ഗതാഗത കുരുക്കുണ്ടായി. അത് ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയം ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ വാഹനങ്ങൾ കടത്തിവിടാതെ പ്രതിഷേധിക്കുകയായിരുന്നു. പക്ഷെ അവരെ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അവരെ എത്തിച്ച സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം. 6 വർഷത്തിനിടെ ഏതാണ്ട് 36ഓളം പേർ ഈ നിരത്തിൽ പൊലിഞ്ഞിട്ടുണ്ട്. ഈ 36ഓളം പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ. എങ്ങനെയാണ് അത്തരത്തിൽ ഈ പാതയിൽ അപകടങ്ങൾ വർദ്ധിക്കാനിടയായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള പശ്ചാത്തലം കൂടി പരിശോധിക്കണം. അത് ഈ റോഡിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം തന്നെയാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ നിരവധി ഡ്രൈവർമാർ നമ്മളോട് സംസാരിച്ചു. അവരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നല്ല വേഗതയിലാണെങ്കിലും പതുക്കെ പോവുകയാണെങ്കിലും ഇവിടെ അപകട സാധ്യത വളരെ കൂടുതലാണ്. ഇത് വളരെ വിശാലമായ റോഡാണ്, അത്യാവശ്യം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സൗകര്യമുള്ള റോഡാണ്. എന്നിരിക്കെയും ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഒട്ടും തന്നെ വാഹനങ്ങൾക്ക് ഗ്രിപ്പ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട്. അത് അല്പം വേഗതയിൽ കൂടിയാണെങ്കിൽ കാര്യം പറയുകയും വേണ്ട. മഴ കൂടി ഉണ്ടെങ്കിൽ സാഹചര്യം പിന്നീടും ദുസ്സഹമാകും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് നിരന്തരം അവർ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് മുന്നിൽ അറിയിക്കുന്ന, അധികാരികൾക്ക് മുന്നിൽ അറിയിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിലൊന്നും പരിഹാരം ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഇന്നിപ്പോൾ 4 ജീവനുകൾ കൂടി പൊലിഞ്ഞ സാഹചര്യത്തിൽ അവർ സഹികെട്ട് ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. പോലീസ് അവരെ അടക്കി നിർത്താൻ ഒരുപാടധികം പ്രയാസപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പലപ്പോഴും പോലീസിനോട് വാക്കേറ്റം കഴിഞ്ഞൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഘട്ടം വരെ കാര്യങ്ങൾ എത്തി. പക്ഷെ അതിലേക്കൊക്കെ അവരെ നയിച്ച സാഹചര്യം എന്ന് പറയുന്നത് ഇതാണ്. ഈ നിരന്തരമായി ഉണ്ടാകുന്ന തുടർക്കഥയാകുന്ന അപകടങ്ങൾ, പൊലിയുന്ന ജീവനുകൾ, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള പ്രതിഷേധം അവർ ഉന്നയിച്ചത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയപ്പോഴും മന്ത്രി K കൃഷ്ണൻകുട്ടി എത്തിയപ്പോഴും ഒക്കെ ആ പ്രതിഷേധങ്ങൾ കണ്ടു. ശാന്തകുമാരി MLA എത്തിയപ്പോഴൊക്കെ ആ പ്രതിഷേധങ്ങൾ കണ്ടു. അവരോടൊക്കെ നാട്ടുകാരോട് അവരുടെ ആകുലതകൾ പങ്കുവെക്കുകയായിരുന്നു. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കേവലം ഇവിടെ ബോർഡുകൾ സ്ഥാപിച്ച് മടങ്ങുകയാണ് എന്നാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. ഇപ്പോഴും കുറച്ച് ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാവുന്നതാണ്. ഇവിടെയുള്ള ആളുകൾ ആരാ ഉള്ളത്? അപ്പം ഇവിടെയുള്ള ആളുകളെല്ലാം തോന്നുന്നു ഇപ്പോൾ ഉള്ളവരൊക്കെ. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ബോർഡുകൾ സ്ഥാപിച്ച് മടങ്ങുന്നു, അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ആ പരാതിയിൽ നിന്ന് തന്നെയാണ് ഇത്ര വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് നമ്മളിവിടെ കണ്ടതും. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. അത് നാളെ രാവിലെ ജില്ലാ കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കും. ആ ചർച്ച നടക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രതിനിധികൾ ഉണ്ടാവും. അവരുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ട ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ഈ റോഡ് പൊളിച്ചു പണിയണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അങ്ങനെയെങ്കിൽ സാധ്യമാകുമെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ വരെ പരിശോധിക്കുമെന്ന് ADM ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ പ്രതിഷേധം അവസാനിപ്പിച്ച് വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയത്. എന്തായാലും ഇപ്പോൾ പൂർണ്ണമായി ഗതാഗത സ്തംഭനമൊന്നും തന്നെയില്ല. വാഹനങ്ങൾ സുഗമമായി തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളെ ഈ ചർച്ച നടക്കും. നാളെ രാവിലെ ഈ കുട്ടികളുടെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. സ്കൂളിൽ ഒരുമിച്ച് അവർ ഇനി അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ സഹപാഠികളെത്തും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഓക്കെ, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.